ചങ്കള എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. വീഡിയോ അവസാനം വരെ കാണുക. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണതേ മസൂർ പരിപ്പും പാലക്കും പാടെ ചേർത്തിട്ട് ഒരു അടിപൊളി കറിയാണ്. ഈ കറി വേറെ ലെവലാണ്. ഇത് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രവാസം തുടങ്ങിയിട്ട് ഒന്നും വെച്ചുണ്ടാക്കാറിയാത്ത ഒരുപാട് ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. ഇത് പത്തിരി, പൊറാട്ട, അതുപോലെ തന്നെ കുബൂസ്, ചപ്പാത്തി ഇതിന്റെ കൂടെയൊക്കെ കഴിക്കാനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ്. എന്നാൽ തടിക്ക് വളരെ നല്ലതുമാണ്. തടി നോക്കിയാൽ നമുക്ക് നന്നു, കുടുംബം നോക്കിയാൽ നമ്മൾക്ക് നന്നു. ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലെ കാണിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം അമർത്തുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒറ്റപാട് ചൂട് കൊടുക്കുന്ന വീഡിയോ നിങ്ങൾക്കാണ് കിട്ടും. ഫേസ്ബുക്കിലെ കാണിച്ചെങ്കിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഇഷ്ടം പോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതൊക്കെ ചെയ്യാം. എന്നാൽ ശരി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് വെറുതെ ഇല്ല. നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും, ആ നാട് മൊത്തം മാറി ആജാതി ഒരു ലെവലുണ്ടാണ് വന്നിരിക്കുന്നത്. ചങ്കളെ പാലക്ക് കറിക്ക് ആവശ്യമായ പാലക്ക് ഞാനിവിടെ നല്ല കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മണൽ നല്ല ഉണ്ടാവും. പിന്നെ അതിലേക്ക് ഞാനൊരു കപ്പ് മസൂർ ഡാൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് നാട്ടിലാണെങ്കിൽ 5 പച്ചമുളക് എടുക്കുക, വിദേശത്താണെങ്കിൽ ഒരു 4-4 പച്ചമുളക് എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ കടുക്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും ചെയ്യുക, കുറക്കും ചെയ്യുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4.5 വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു 4-4 വെളുത്തുള്ളി, ഒരു 1.25 ഇഞ്ച് വലുപ്പത്തിലൊരു ഇഞ്ചിയുടെ പീസ് ചെരിച്ച് വെട്ടിയത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ അതിനാവശ്യമുള്ള പാലക്ക് ഇവിടെ നല്ല കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് UAE പാലക്ക നല്ല വലുപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പിടി കൊണ്ട് നമുക്ക് ഒരാൾക്ക് ഒരു കറി ഉണ്ടാക്കാം. ആജാതി ലെവല് പാലക്കാണ്, നല്ല നീരുള്ള ഒരു ഐറ്റം പാലക്കം കൂടിയാണ്. അപ്പൊ എന്താ വെച്ചാൽ പാലക്ക് ഇതേമാതിരി കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക. അത് കഴിഞ്ഞാൽ മൺചട്ടിയുള്ള മൺചട്ടി അടുപ്പിൽ വെക്കുക, തീ കത്തിക്കുക. ചട്ടി ചൂടായതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഏറ്റവും നല്ല എന്നൊരു മണവും കാര്യങ്ങളൊക്കെ കിട്ടും. വെളിച്ചെണ്ണ ചൂടായി വരുന്നതോടുകൂടെ എന്ത് ചെയ്യുക, നമ്മൾ അതിലേക്കുള്ള കടുക് ഇട്ട് കൊടുക്കണം. അതിന്റെ മുമ്പ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് 2 പൗത്ത തക്കാളിയും അതുപോലെ തന്നെ ഒരു ഉള്ളി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. ധൃതി കൂട്ടാതെ കടുകിന് പൊട്ടിപ്പിലുള്ള അവസരം കൊടുക്കുക. വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കുന്ന എണ്ണം കുറയില്ല. അങ്ങോട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ പൗത്ത തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചോക്കപ്പാടെ ഒന്നിച്ച് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ആ തക്കാളിന്ന് ഉള്ളിന്നൊക്കെ നീരിങ്ങനെ വരൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനും മൂടി വെക്കുക. അപ്പം എന്ത് ചെയ്യും, ഒന്നും കൂടി അതിൽ കടന്ന് തിങ്ങിയിട്ട് അതിന് നീര് ഒന്നും കൂടി ഉസാറായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മൂടി വെച്ചാൽ പെട്ടെന്ന് ആവും ചെയ്യും, നമുക്ക് ഗ്യാസ് ലാഭിക്കും ചെയ്യാം. എന്തായാലും വേണം, ഞാൻ ഇതിൻ്റെ ഇടയിൽ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. ഞാൻ അതിലേക്ക് എന്ത് ചെയ്തു, പരിപ്പിട്ടിട്ടുണ്ടായിരുന്നു. പരിപ്പിട്ട് ഏകദേശം പരിപ്പ് വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ പരിപ്പ് ആവുകൊണ്ട് നമ്മൾ കൂടുതൽ വേവിച്ചേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ആയിക്കോട്ടെ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മുമ്പ് എടുത്ത് മാറ്റി വെച്ച 4-4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് നടുന്ന് കീറിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഈ പാലക്ക് കറിയിൽ നമ്മൾ ചേർക്കുന്നത് വെറും മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ, മറ്റുള്ള മസാലകളൊന്നും ചേർക്കണില്ല. മറ്റുള്ള മസാലകൾ ചേർക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ആവുമ്പോൾ അത് വേറെ ലെവലാണ്. അങ്ങോട്ട് എന്ത് ചെയ്യുക, നമ്മളെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പാലക്ക് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പാലക്ക് നമ്മൾ ഈ ലെവലിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ പരമാവധി കനം കുറച്ച് കട്ട് ചെയ്യുക. വീതി കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെന്ത് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വളമ്പുമ്പോഴും തന്നെ ഒരു വൃത്തിയുടെ ഈ കലം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയിൽ വളമ്പാനും അതുപോലെ തന്നെ അളക്കാനും എല്ലാ കാര്യത്തിനും വളരെ സുഖമായിക്കാരം, കാണാൻ നല്ല ചൊറുക്കുണ്ടാവും. പക്ഷേ ഈ പാലക്കിന്റെ വീതിയിൽ കട്ടി വെച്ചിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്താണെന്നറിയോ, ഒരു ഗുണം ഉണ്ടാവില്ല കാണാൻ. നമ്മൾ എന്തൊരു മുതൽ തിന്നുമ്പോൾ അതിന്റെ രുചി പോലെ തന്നെയാണ് അതിന്റെ സൗന്ദര്യത്തിനും പ്രാധാന്യമുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ തിന്നുക എന്നുള്ളതല്ല. അപ്പൊ എന്തായാലും ഒന്ന് അടക്കി മറിച്ചു വെക്കുക. അപ്പൊ സംഭവം പരിപ്പൊന്നും അടി പിടിച്ചിട്ടില്ല, ഒന്നട മൂടി വെക്കുക. നാട്ടിലാണെങ്കിൽ ഒരു 300 സെക്കൻഡ്, UAE ഒരു 240 സെക്കൻഡ് വെച്ചാൽ സംഭവം സെറ്റായി. അപ്പോൾ ഇതേമാതിരി ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടോ, പരിപ്പ് അത്യാവശ്യം വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കൂടുതൽ വെള്ളം പാരാതിരിക്കുക. വെള്ളം പാർന്നു കഴിഞ്ഞാൽ പിന്നെ കറി നീളം കൂടും. ഇതേമാതിരി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറിലൊക്കെ കൂട്ടി കുഴച്ച് തിന്നാനും അതുപോലെ തന്നെ ചപ്പാത്തിയോ പൊറോട്ട എന്താണെങ്കിലും അതിൻ്റെ കൂടെ ഒപ്പി തിന്നാനൊക്കെ സംഭവം സെറ്റപ്പ് ആയിക്കാരം. അപ്പോൾ അതിന് ഏകദേശം വെള്ളം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിൽ കൂടുതൽ പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവെക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റും വളരെ വിലപ്പെട്ടതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മേലെ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കുണിച്ചെങ്കിലും ഈ പച്ച വെളിച്ചെണ്ണ പാരുമ്പോൾ അതിൻ്റെ രുചി മണമൊക്കെ വേറെ തന്നെയാണ്. അപ്പം നമ്മളെ പരിപ്പറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും ഈ ഐറ്റം ഒരു വട്ടം ഉണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെ എന്തും ഉണ്ടാക്കും. നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. ഇപ്പോൾ പ്രവാസികളുടെ റൂമിലായാലും ശരി, നിങ്ങളുടെ കുടുംബത്തിലായാലും ശരി, നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു പേരും ചൂരൊക്കെ കഴിക്കാം. ഞാൻ വലിയ സ്ഥാനങ്ങളൊന്നും മോഹിക്കുന്ന ആളല്ല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു നിലയിൽ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു ഹോട്ടൽ ഉണ്ടാക്കി നിങ്ങൾക്ക് വെറുതെ ആവില്ല. വയസ്സായാലൊക്കെ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. പരിപ്പാകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി അത്യാവശ്യമാണ്. കേട്ടില്ലേ, വേറെ ലെവൽ. അതിങ്ങനെ ഇരിക്കണതിനനുസരിച്ച് ഒരു നീരിങ്ങനെ വരും, പക്ഷേ കൂടുതൽ വേവിക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരോടും കാണുമ്പോൾ കാണാം. ബൈ.